രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. അതിപ്പോൾ പുഞ്ചിരിമേടിലും മുണ്ടക്കയിലും ഒക്കെ ആ തെരച്ചിൽ വളരെ സജീവമായി കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. ആ തെരച്ചിലിന് വേണ്ടുന്ന യന്ത്ര സാമഗ്രികളടക്കം ഇവിടെ എത്തിക്കാനും അത് ഏറെക്കുറെ വിന്യസിക്കാനും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. 15-20 ഇടയിലുള്ള JCB എന്ന് വെച്ചാൽ മണ്ണുമന്തി യന്ത്രങ്ങളാണ് ഇപ്പോൾ ഈ മുണ്ടക്കൈ മേഖലയിൽ ആകെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് കൂടുതൽ ഒപ്പം ഈ പുഞ്ചിരിമേടിലും അത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചൂരൽമലയിലും കൂടുതൽ JCBകൾ ഈ പുഴയുടെ ഇരുവശങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കാണുന്നുണ്ട്. കാരണം ഈ ഭാഗത്തുള്ള നിരവധി 10-20ലധികം ആളുകളെ പറ്റി വിവരമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അവരുടെ വീടുകളൊക്കെ കാണിച്ചു കൊടുത്ത വീടുകളുടെ ഒക്കെ കോൺക്രീറ്റ് പാളികളൊക്കെ ഇളക്കി പരിശോധന നടത്തുകയാണ്. ഇത് രാവിലെ ഒരു മൃതദേഹം ഇവിടെ ഒന്ന് കണ്ടെടുത്തു എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 3 മൃതദേഹമാണ് രാവിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെടുത്ത ഇതുവഴി പുറത്തേക്ക് കൊണ്ടുപോയത്, ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയത്. അപ്പോൾ ഇന്ന് തെരച്ചിൽ തുടക്കത്തിൽ തന്നെ ചേതനയറ്റ ചില ശരീരങ്ങൾ ഈ ദൗത്യ മേഖലയിൽ നിന്ന് പുഞ്ചിരിമട്ടം ടോപ്പിലെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന വിവരം വരുന്നുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്നാണ് അവിടെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീകാന്ത് നമുക്ക് തരുന്ന വിവരം. വിജയൻ, അതിന്റെ എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഗോപി, പുഞ്ചിരിമേട് സ്ഥിരമായി ഒരു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ്. കുറെ ഉയർന്ന ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലിന്റെ ഒരു പ്രഭവ കേന്ദ്രം അതാണ്. അവിടെ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് പതിച്ച് ആണ് ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടായത്. അവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ തുടർ മണ്ണിടിച്ചിലിന് വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടോട്ട് രക്ഷാപ്രവർത്തകർ പോകുന്നത് തന്നെ വളരെ സൂക്ഷ്മതയോടെ വേണം. പരിചയസമ്പന്നരായ പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ അവിടുത്തെ ദൗത്യത്തിൽ പോകാവൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം അവിടെ മണ്ണ് നനഞ്ഞു കുതിർന്നിരിക്കുന്നതാണ്. ആ ഭാഗത്തേക്ക് മണ്ണ് വീണ്ടും ഇളകി വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ആ നിലയ്ക്ക് മുൻകരുതലുകൾ വേണമെന്ന് പറഞ്ഞത്. അതിലൊരു കാര്യമുള്ളത് ഗോപി, അവിടുത്തെ തെരച്ചിലിൽ ആരെങ്കിലും അകപ്പെട്ടതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അവിടെ നിന്ന് കൂടുതൽ ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ ആരും അകപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു പൊതു വിലയിരുത്തൽ. രക്ഷപ്പെട്ട 2 പേർ കാട്ടിലേക്ക് പോയി എന്നൊക്കെയുള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിൽ അവരെ കാട്ടിൽ തെരഞ്ഞിരുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെ അധികം ആളുകൾ അകപ്പെട്ടിട്ടില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് NDRF-ഉം കരസേനയും എത്തുന്നുണ്ടോ എന്നാണ് തോന്നുന്നത്. രക്ഷാദൗത്യം ഇപ്പോൾ അവസാനിപ്പിച്ചത് അവിടുത്തെ പ്രതികൂല കാലാവസ്ഥ മൂലം തന്നെയാണ്. അവിടെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന ഒരു ഉയർന്ന പ്രദേശമാണ്. പെട്ടെന്ന് മഴ കൂടും, അതുപോലെ മൂടൽമഞ്ഞ് വ്യാപിക്കും. മൂടൽമഞ്ഞ് മിക്ക സമയത്തും അതവിടെ കാഴ്ച മറയ്ക്കുന്ന മൂടൽമഞ്ഞ്. ആകാശ ദൃശ്യങ്ങളാണ്. ആകാശങ്ങളിൽ നിന്ന് വിജയമാർ പറഞ്ഞ ആ മൂടൽമഞ്ഞ് വളരെ പ്രകടമാണ്. അത്രത്തോളം കോടമഞ്ഞ് ഇറങ്ങുന്ന രീതിയിൽ, മൂടൽമഞ്ഞ് ഇറങ്ങുന്ന രീതിയിൽ നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ ആക്ച്വൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ആകാശ ദൃശ്യം കാണുകയാണ്. ഈ കോടമഞ്ഞ് വിസിബിലിറ്റി മറക്കുന്ന രീതിയിൽ രാവിലെ മുതൽ തന്നെ ഇന്ന് അവിടെ പ്രകടമായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ കോടമഞ്ഞ് ഒരു പരിധിവരെ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് അത്രത്തോളം ഭാഗ്യം. മഴയുടെ കൂടെ കോടമഞ്ഞ് കൂടി വരികയാണെങ്കിലാണ് അത് രക്ഷാദൗത്യത്തെ വല്ലാതെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. ഒരു ഉരുൾ ഏത് രീതിയിൽ ഒരു നാടിനെ അപ്പാടെ മാറ്റിക്കളയാൻ കഴിയും, ഒരു നാടിനെ അവിശ്വസനീയമാവണ്ണം ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായി കളയാൻ കഴിയും എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച പ്രേക്ഷകർ ഈ ദിവസങ്ങൾ കാണുകയാണ്. ഈ ആകാശ ദൃശ്യങ്ങളിലൂടെയും ഒക്കെ വെള്ളം അങ്ങനെ കുതിച്ചൊഴുകി ഇറങ്ങിപ്പോയ വഴിയിൽ ഉണ്ടായ സ്ഥലങ്ങൾ അത്രയും ഇല്ലാതാക്കിക്കൊണ്ട്, വീടുകളെ എടുത്തുകൊണ്ട്, സ്കൂളുകളെ എടുത്തുകൊണ്ട്, കടകളെയും ആശുപത്രികളും ഒക്കെ എടുത്തുകൊണ്ട് എല്ലാം എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് പോയ ഉരുളിൻ്റെ ദൃശ്യങ്ങൾ കാണുകയാണ്. ബെയിലിപ്പാലം അവിടെ സജ്ജമാകുന്നു. ബെയിലിപ്പാലം അതിൻ്റെ അവസാന പണികളിലാണ്. അവസാനമായി അതിൻ്റെ കരുത്ത് വർദ്ധിക്കുന്ന പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഇടേണ്ട ഇരുമ്പ് സ്ലാബുകൾ ഒക്കെ ഇട്ടുറപ്പിച്ച് ഉച്ചയോടുകൂടി തന്നെ ഇപ്പോൾ 11:30 ഒരു 2-2:30 തന്നെ ബെയിലിപ്പാലം അത് പൂർണ്ണമായി തുറന്നു കൊടുക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോൾ തന്നെ 15ഓളം ഹിറ്റാച്ചുകൾ ഈ മുണ്ടക്കൈ മേഖലയിലുണ്ട്. പക്ഷേ അത് ഈ പുഞ്ചിരിമട്ടത്തേക്കൊന്നും എത്താൻ കഴിയില്ല. കാര്യം അത്രത്തോളം വല്ലാത്ത ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ അങ്ങോട്ട് കയറി പോകാൻ കഴിയാത്തവണ്ണം ഇടിഞ്ഞു പൊളിഞ്ഞു കിടപ്പാണ് ആ മേഖലയൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് ശ്രീകാന്ത് കൂടി ചേർന്നു. ശ്രീകാന്ത്, ഈ പുഞ്ചിരിമട്ടം ടോപ്പിലെ രക്ഷാദൗത്യം അവസാനിപ്പിച്ചു എന്നൊരു വാർത്ത കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പേടിപ്പിക്കുന്ന മണ്ണിടിച്ചിലാണോ അത്, ശ്രീകാന്ത്? ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്ത് ആ ടോപ്പ് സ്റ്റേഷനിലാണ്. അതിന്റെ ഏറ്റവും പീക്ക് പോയിന്റിലാണ്. ഇവിടെ ഈ ദൃശ്യങ്ങൾ നമ്മൾ കുറെ അധികം ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങോട്ടേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്ന തരിപ്പണമായ അവസ്ഥയിൽ കിടക്കുന്ന റോഡ് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തന്നെ തകർന്നു വീണ് കിടക്കുന്നു. ഇലക്ട്രിക് ലൈനുകൾ റോഡിലേക്ക് പറ്റി കിടക്കുന്നു. ഇതൊരു റോഡായിരുന്നു എന്ന്, ഈ ആളുകൾ നടന്നു വരുന്നത് ഒരു റോഡായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്തവണ്ണം ഇവിടെ മുഴുവൻ മരങ്ങൾ വന്നടിഞ്ഞിരിക്കുന്നു, കല്ല് വന്നടിഞ്ഞിരിക്കുന്നു. മുകളിൽ നിന്നും ഉരുൾപൊട്ടി ഗതി മാറി
ഒരു ചെറിയ നീർച്ചാലി റോഡിലൂടെ ഇപ്പോൾ ഒഴുകുന്നുണ്ട്. ഹഷ്മി, ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഇതൊന്ന് നോക്കൂ. ഇതൊരു മോട്ടോർ ബൈക്കാണ്, ഒരു ടൂ വീലർ. ആ ടൂ വീലർ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും അടിച്ച് എടുത്ത് ഇവിടെ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. അത്ര ശക്തിയിലാണ് ഈ ഭാഗത്തേക്ക് ഈ വെള്ളം ഇരച്ചെത്തിയത്. ഈ കാണുന്നത് ഇവിടെ ഒരു വീട് നിന്നിരുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് അത് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത വണ്ണമാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഒരു കാര്യം, ഈ ടോപ്പ് സ്റ്റേഷനിലെ ഈ തെരച്ചിൽ ഏറെക്കുറെയും അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ ഭാഗത്ത് മണ്ണിടിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോയിരുന്നു. ആ ഭാഗത്ത് പോയപ്പോൾ അവിടെ മണ്ണിടിച്ചിലുണ്ട്. അവിടെ നിന്ന് SOG ഗ്രൂപ്പ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ മണ്ണിടിച്ചിലുണ്ട്. ഇന്ന് അല്പസമയം മുമ്പും ആ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്ക് കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ ആദ്യത്തെ ചെറിയ ഉരുൾപൊട്ടലോടെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അവിടെ കുറച്ച് അങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോൾ ആദിവാസി ഊരുകളുണ്ട്. അവിടെ നിന്നുള്ള ആളുകൾ സ്വമേധയാ തന്നെ അവർ മാറിപ്പോയി. അതിന് തൊട്ട് താഴോട്ടുണ്ടായിരുന്ന ആളുകൾ ഈ പ്രശ്നമുണ്ടായ സമയത്ത് അവരെ മാറ്റിയിരുന്നു അവിടുന്ന് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അവിടെ കാഷ്വാലിറ്റി കുറവുണ്ട്. പക്ഷേ നാശനഷ്ടങ്ങളുടെ കണക്കെന്ന് പറയുന്നത് വിവരണാതീതമാണ്. വീടുകളൊക്കെ തകർന്ന് ഒലിച്ചുപോയ നിലയിലാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്നതും അപകടകരമാണ്. രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അസാധ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അസാധ്യമാണ്. കാരണം ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രണ്ട് വശത്തു നിന്നും മണ്ണിടിഞ്ഞിറങ്ങുന്നുണ്ട് ഈ പുഴയിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ തന്നെ SOG ടീം നമ്മളോട് പറയുന്നത് അതാണ്. രക്ഷാദൗത്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ വരുന്ന ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ദൃശ്യം ഒരുവിധം നടക്കാൻ പാകത്തിന് ആളുകൾ, രക്ഷാദൗത്യം നടത്തുന്ന ആളുകൾ നടക്കാൻ പാകത്തിന് സ്ഥലമൊരുക്കുന്നതാണ്. കാരണം പല ഘട്ടങ്ങളിലായി മുകളിലേക്കൊക്കെ പോകാൻ നോക്കിയിട്ടും അത് നടന്നിരുന്നില്ല. വീടുകൾക്കുള്ളിൽ ആളുകളുണ്ടോ എന്ന് നോക്കാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നിരുന്നില്ല. അത് ഈ വഴിയാണ് പ്രശ്നം. ഒരുപാട് സമയമെടുക്കും ഹാഷ്മി ഈ വഴിയൊക്കെ നന്നാക്കി മുകളിലെത്തി വീടുകളൊക്കെ മാറ്റി തെരഞ്ഞു നോക്കാൻ. തൽക്കാലം ഈ പ്രദേശത്തെ രക്ഷാദൗത്യം ഏറെക്കുറെ ഒഴിവാക്കുകയാണ്. കാരണം ആളുകൾ കുറെ അധികം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ശ്രീകാന്ത് കൂടി കുറച്ചുകൂടെ സേഫായ പ്രദേശത്ത് ഇറങ്ങി നിൽക്കുന്നു. ശ്രീകാന്ത് അവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. പിന്നെ നമ്മുടെ ജോലിയാണ്, അതെന്തായാലും ചെയ്തേ മതിയാവുകയുള്ളൂ. നമ്മൾ വൈകാരികമായോ ശാരീരികമായോ തളർന്നിരിക്കാൻ കഴിയില്ല. വാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അത് തുടരൂ, പക്ഷേ സേഫായി ഒന്ന് തുടരൂ ശ്രീകാന്ത്. എന്തായാലും ഈ പുഞ്ചിരിമട്ടം ടോപ്പിൽ അവിടെ നിന്ന് ചെറിയ മണ്ണിടിച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിരം മണ്ണിടിച്ചിൽ മേഖലയാണ്. അവിടേക്കുള്ള രക്ഷാദൗത്യം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ അതിപ്പോൾ അവസാനിപ്പിക്കുകയാണെന്ന് അറിയാൻ കഴിയുന്നു. നമ്മൾക്ക് ഇന്നലെ കാണുന്നതാണ്. ഇത് വല്ലാതെ ഇങ്ങനെ ദുർബലമായി ഫ്രജൈലായി നിൽക്കുന്ന ഒരു മേഖലയാണ്, മണ്ണാണ്. ആ മണ്ണിലുള്ള രക്ഷാദൗത്യം വലിയ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലാണ് അത് റിസ്കി ആവുന്നത് എന്ന് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും രക്ഷാദൗത്യം അവസാനിപ്പിച്ച് രക്ഷാപ്രവർത്തകർ നൂറുകണക്കിന് ആളുകൾ രക്ഷാകരവുമായി എത്തി നൂറുകണക്കിന് സന്മനസ്സുള്ള മനുഷ്യർ അവിടെ നിന്ന് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇന്നും സമാനമായ കാഴ്ചകൾ തന്നെ നമുക്ക് കാണുകയാണ്. അത്രയധികം ആളുകൾ ഇന്നും മുണ്ടക്കൈ മേഖലകളിലൊക്കെ ഉണ്ട്. പ്രേക്ഷകർ ഈ ആകാശ ദൃശ്യങ്ങൾ ഇങ്ങനെ ഇടതടവില്ലാതെ കാണുകയാണ്. ആ കാണുന്ന ആകാശ ദൃശ്യങ്ങളിലൊക്കെയും ഇത്തരത്തിൽ അങ്ങേയറ്റം പൊളിഞ്ഞു കിടക്കുന്ന തകർന്നടിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ശ്മശാന ഭൂമി എന്നൊക്കെ പറയാം. അത് ഏതെങ്കിലും തരത്തിൽ ആലങ്കാരികമായി പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എല്ലാം നഷ്ടപ്പെട്ട എല്ലാം നശിച്ചു പോയ ഒരു ഭൂമിയുടെ കാഴ്ച കാണുകയാണ്. വീട്ടിനകങ്ങളൊക്കെ കാണുകയാണ്. വീട്ടിനകങ്ങളിലെ ഇതൊക്കെ ഷോക്കേസ് ആണ്. ആരുടെയൊക്കെയോ നേട്ടങ്ങൾ രേഖപ്പെടുത്തിയ ട്രോഫികളും ദൈവത്തിൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ നിസ്സഹായമായി ആ ഭിത്തി മാത്രമേ ഉള്ളൂ. ആ വീട് നോക്കും പ്രേക്ഷകരെ, ആ വീടിൻ്റെ ഭിത്തി മാത്രമേ അവിടെയുള്ളൂ. ആ ഭിത്തികൾ മാത്രം, ഇങ്ങനെ കുറേ കോൺക്രീറ്റ് ഭിത്തികൾ മാത്രമേ, അതിൽ പുനർനിർമ്മാണമൊന്നും ഇനി നടക്കില്ല. അത്തരത്തിൽ ആ വീടുകളില്ലാതായി. ആ ഭൂപ്രദേശം ഒന്നാകെ അവിടെ ഇനി വീട് വെക്കലോ പുനർനിർമ്മിക്കലോ ഒക്കെയും അസാധ്യമാണ് എന്ന് ഉറപ്പായും ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് നേരത്തെയും പെട്ടിമുടിയിലടക്കം ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഒരു വിശാലമായ ഒരു പ്രദേശത്ത് ഇങ്ങനെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ്റെ ഒരു ദൃശ്യം കേരളത്തിന് ഇത് ഉറപ്പായും ആദ്യം തന്നെയാണ്. അതിൻ്റെ പകപ്പും സങ്കടങ്ങളും വേദനയും ഇറങ്ങലിപ്പും മരവിപ്പും ഒക്കെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ബാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടി രക്ഷാദൗത്യത്തെ ആ മരവിപ്പൊന്നും ബാധിക്കാതെ ഈ സമയം അത്രയും ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ അത് അതിശക്തമായി തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങൾ, NDRF-ഉം ഫയർഫോഴ്സും എല്ലാ യുവജന സംഘടനകളും നല്ല മനുഷ്യരൊക്കെ അവരോടൊക്കെ കേരളം കടപ്പെട്ടിരിക്കുന്നു. ഈ അതിദുഷ്കരമായ ടെറൈനിലെ അതിദുഷ്കരമായ കാലാവസ്ഥയിലെ രക്ഷാദൗത്യത്തിൽ പ്രേക്ഷകരിടയ്ക്ക് കാണുന്നത് ആ ചുവന്ന പൊട്ടുപോലെ കാണുന്ന ആ പച്ചക്കാടുകൾക്കിടയിൽ ചുവന്ന് കാണുന്നതാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവകേന്ദ്രം. അവിടെ നിന്നാണ് എല്ലാം കൂടി പൊട്ടിയൊലിച്ച് താഴേക്ക് എത്തി. അതിതീവ്രമായ മഴയായിരുന്നു. 572 മില്ലിമീറ്റർ മഴ എന്നൊക്കെ പറയുന്ന ഒരുപാട് നാളുകളിലേക്ക് പെയ്യേണ്ട മഴ 24 മണിക്കൂർ 48 മണിക്കൂർ കൊണ്ട് ആ മേഖലകളിലേക്ക് പെയ്തിറങ്ങി ഉരുളായി പൊട്ടിയിറങ്ങിയ കാഴ്ച. അത് ആ മുണ്ടക്കൈ മേഖലയിൽ തന്നെയാണ് കൂടുതൽ പരിശോധന. ഇന്നിപ്പോൾ മുണ്ടക്കൈയിൽ നിന്ന് ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായുള്ള വിവരങ്ങളില്ല. ഇതിനോടകം തന്നെ 4 മൃതദേഹങ്ങളാണ് കണ്ടത്. ഇപ്പോൾ ഇന്നലെ ഓരോ മണിക്കൂറും ആ സിപ്ലൈൻ, അവിടെ കിട്ടിയിരുന്ന സിപ്ലൈൻ വഴി ഓരോ മണിക്കൂറൊക്കെ ഇടപെട്ട് മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്ന സങ്കടകരമായ ദാരുണമായ കാഴ്ച നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഇതുവരെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇന്നിപ്പോൾ അതുവരെയുള്ള അങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കാണുന്നില്ല. അത്രത്തോളം
ആശ്വാസം സമാധാനം എന്ന് പറയുമ്പോൾ പോലും 4 മൃതദേഹങ്ങൾ ഇന്ന് മേപ്പാടി CHC-യിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് മനേഷ് മൂർത്തി നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. നിലമ്പൂർ ആശുപത്രിയിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ വരുന്നുണ്ട്. ചാലിയാറിൽ നിന്ന് ഇന്നും കണ്ടെടുത്തു 2 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. കോടമഞ്ഞിറങ്ങുന്ന ആകാശത്തും താഴേക്ക് കോടമഞ്ഞിറങ്ങുന്ന ദൃശ്യങ്ങൾ കാണും. നേരത്തെയൊക്കെ ആണെങ്കിൽ ഇത് പണ്ട് ഈ മുണ്ടക്കൈ എന്നൊക്കെ പറയുന്നത് വയനാടിൻ്റെ മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെയാണ്. അവിടെ നിൽക്കുമ്പോൾ കാട് വഴി നിലമ്പൂരേക്ക് പോകാം എന്നൊക്കെയുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒക്കെ ഉണ്ട്. ചെറിയ തോതിൽ ഒരുപാടല്ലെങ്കിൽ വലിയതല്ലെങ്കിൽ കൂടിയും ഒരു ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അവ. ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ആ മേഖല ഒരു നരകതുല്യമായി മാറിയതിൻ്റെ കാഴ്ച പ്രേക്ഷകർ കാണുകയാണ്. അപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ ഈ കോടമഞ്ഞൊക്കെ അവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിന് ആലങ്കാരികതയാണ്, അലങ്കാരം തീർക്കലാണ്. ഇതിപ്പോൾ അവിടുത്തെ രക്ഷാദൗത്യത്തിന് തടസ്സം തീർക്കുന്ന ഒരു ശക്തമായ ഘടകമായി മാറുന്നു ഇന്നത്തെ കോടമഞ്ഞും അവിടെ പെയ്യുന്ന മഴയും ഒക്കെ. അത് 2 ദിവസം കൊണ്ട് മാറിയ മാറ്റമാണ് അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ പ്രകൃതിക്ക്, അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥയിലൊക്കെ ഒരു ടെറൈനും എല്ലാം നഷ്ടമാകുന്ന കാഴ്ച അവിടെ കണ്ടു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്ന സർവ്വക്ഷോഭം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും, കളക്ടറേറ്റിലാണ് മാധ്യമങ്ങളെ കാണുക എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ ഒരു പ്രതികരണം ഉണ്ടാകും. ഇതിപ്പോൾ അനവസരത്തിലാണെങ്കിൽ കൂടിയും ഒരു രാഷ്ട്രീയ ചർച്ചയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അമിത്ഷായുടെ പ്രതികരണം, അതിനുശേഷം ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടിയൊക്കെ ഈ സമയത്ത് അപലഷണീയമല്ല അത്തരം ചർച്ചകളെന്ന് എല്ലാവർക്കും അറിയും. ഈ സമയം നമ്മൾ നിൽക്കേണ്ടത് വയനാടിനൊപ്പം അതിൻ്റെ കോസിനൊപ്പം അവരുടെ രക്ഷാദൗത്യത്തിനൊപ്പം തന്നെയാണ്. കയ്യും മെയ്യും മറന്ന് നമ്മുടെ ചിന്തകൾ പോലും അതുമാത്രം ഉണ്ടാവേണ്ട സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളോ വിദ്വേഷ ചർച്ചകളോ മുഖ്യമന്ത്രിയുടെ CMയുടെ DRF-നെതിരായ പ്രചരണങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്ത സമയമാണ്. എല്ലാത്തിനും സമയമുണ്ട്, എല്ലാത്തിനും ഔചിത്യമുണ്ട്. അതൊക്കെ ഇത് കഴിഞ്ഞ് ചെയ്യേണ്ട, നമ്മൾ രാഷ്ട്രീയം പറയുമെന്ന് പറയുന്നില്ല, പക്ഷേ അത് ഒരു 3 4 നാൾ കൂടി ദുരന്തഭൂമി ഒന്ന് അവിടുത്തെ കരച്ചിലടങ്ങിയിട്ടാവാം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വയനാട് ദുരന്തം നേരിടാൻ സർവകക്ഷി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം പങ്കെടുക്കുന്നുണ്ട്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വയനാട് നമ്മൾ കാണുന്ന അങ്ങേയറ്റത്തെ ഏറ്റവും ഭീകരമായ ഒരു ദുരന്തത്തെ നാട് ഒന്നാകെ തോളോട് തോൾ ചേർന്നുകൊണ്ട് നമ്മൾ നേരിടുകയാണ്. അതിജീവിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നമ്മൾ നടത്തുകയാണ്.